നമസ്കാരം, എല്ലാവർക്കും സ്റ്റോപ്പ് കാർ റൈഫിനിഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ജാവ 42 ബോബർ എന്ന് പറഞ്ഞ വണ്ടിയാണ്. സോ നിങ്ങൾ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം ആയിട്ടാണ് കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്ത് കഴിയുകയാണെങ്കിൽ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കും. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോ ആദ്യം തന്നെ ഇതിൻ്റെ ഡിസൈനെ കുറിച്ച് സംസാരിക്കുമ്പോൾ, ഇത് ട്രയംഫിൻ്റെ ബോൺവില്ലി ബോബർ എന്ന് പറഞ്ഞ മോട്ടോർ സൈക്കിളിന് ഭയങ്കര സിമിലർ ആയിട്ടുള്ള ഡിസൈനാണ്. ഇത് ശരിക്കും നമ്മൾ ഈ സ്റ്റിക്കർ, ഈ ജാവ എന്നുള്ള സ്റ്റിക്കറും ബോബർ 42 എന്നുള്ള സ്റ്റിക്കറും കൂടി ഒഴിവായി കഴിയുകയാണെങ്കിൽ ശരിക്കും നമ്മളൊരു പ്രീമിയം മോട്ടോർ സൈക്കിൾ ഓടിക്കുന്ന പോലത്തെ ഒരു ഫീൽ ആയിരിക്കും നമുക്ക് ഓടിക്കുമ്പോൾ കിട്ടുക. പുറമേ നോക്കുമ്പോൾ അതുപോലെ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഒരു റോഡ് പ്രസൻസ് എന്ന് പറഞ്ഞാൽ അതിഗംഭീരമായിട്ട് റോഡ് പ്രസൻസാണ്. നമ്മൾ കുറച്ച് താഴേക്ക് ഇരുന്ന് ഓടിക്കുന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുക. ഈ വണ്ടി എന്ന് പറഞ്ഞാൽ ജാവ പെറാക്ക് നിർത്തിയിട്ട് 3 വർഷത്തിന് ശേഷമാണ് ഈ ജാവ 42 ബോബർ എന്ന് പറഞ്ഞ മോട്ടോർ സൈക്കിൾ ഇറക്കുന്നത്. ഈ ജാവ പെറാക്കും ഈ ബോബറും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങൾ കൊണ്ടുവരാൻ കമ്പനി ശ്രമിച്ചിട്ടുണ്ട്. ക്വാളിറ്റീൻ്റെ കാര്യത്തിലാണെങ്കിലും ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഹെഡ് ലാമ്പിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ, ഇപ്പോൾ ജാവ പെറാക്കിൻ്റെ കാര്യം നോക്കുമ്പോൾ ഹെഡ് ലാമ്പും ഫോർക്കും 1 യൂണിറ്റ് ആയിരുന്നു വന്നിരുന്നത്. പക്ഷേ ഈ 42 ബോബർ എന്ന് പറയുന്നത് 2 യൂണിറ്റ് ആയിട്ടാണ് ഈ ഹെഡ് ലാമ്പും ഫോർക്കും വരുന്നത്. ഇതിൻ്റെ സസ്പെൻഷൻ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ട് സസ്പെൻഷനാണ്, ഫ്രണ്ട് സസ്പെൻഷൻ എന്ന് പറയുന്നത്. പക്ഷേ പിന്നിലെ സസ്പെൻഷനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അത് സീറ്റിൻ്റെ അടിയിൽ 7 വേ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സസ്പെൻഷനാണ്. അതുകൊണ്ട് തന്നെ വലിയ ബംപ്സും കാര്യങ്ങളൊന്നും ഇത് അബ്സോർവ് ചെയ്യില്ല. പിന്നെ നമ്മൾ സാധാരണ വണ്ടിയിൽ പോകുമ്പോൾ നോട്ടീസ് ചെയ്യാത്ത ബംപ്സും കാര്യങ്ങളൊക്കെ ഈ വണ്ടിയിൽ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ പെട്ടെന്ന് ഒരു അടി നമുക്ക് കിട്ടും ഈ ഒരു സസ്പെൻഷൻ്റെ ഭാഗത്തുനിന്നായിട്ട്. കാരണം സസ്പെൻഷൻ ഇവിടെയാണ് വരുന്നത്, മോണോഷോക്ക് സസ്പെൻഷനാണ്, വേറെ സസ്പെൻഷൻ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ ട്രയംഫിൻ്റെ ബോൺവില്ലി ബോബറും ഇതും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ രണ്ടും ഇത് ഓൾറൗണ്ട് സെയിം ലുക്കാണ് വരുന്നത്. അതിനും ഈ റേഡിയേറ്ററും കാര്യങ്ങളെല്ലാം ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഓൾറൗണ്ട് ലുക്കിൻ്റെ സ്റ്റാൻഡ്സ് ആണെങ്കിലും ഈ സൈലൻസർ ആണെങ്കിലും 2 സൈലൻസറാണ് 2 സൈഡിലും. ഇത് ഫുൾ ഓൾറൗണ്ട് നോക്കുമ്പോൾ ഇതേ സെയിം ലുക്കാണ് ട്രയംഫിൻ്റെ ബോൺവില്ലി ബോബറും ഇതുള്ളത്. ഈ ഒരൊറ്റ സ്റ്റിക്കറിൻ്റെ വ്യത്യാസമുള്ളൂ. പിന്നെ അതിൻ്റെ ടാഗൊക്കെ ചെറിയ വ്യത്യാസമുണ്ട്. പിന്നെ ഇതിൻ്റെ കീൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് കാണിച്ചു തരാം. കീ എടുത്ത് കഴിയുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ ടാങ്കിൻ്റെ ഡിസൈനിലാണ് ഈ കീ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വേണം പറയാനായിട്ട്. കറക്റ്റ് ടാങ്ക് എങ്ങനെയാണോ അങ്ങനെയാണ് കീൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ ഹെഡ് ലാമ്പ്സ് കാണാൻ പറ്റും. ഫുൾ LED ഹെഡ് ലാമ്പ്സ് ആണ്. ഹാലജൻ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. താഴത്തേക്ക് വരുമ്പോൾ ഡിസ്ക് ബ്രേക്സ് ആണ്. അത്യാവശ്യം നല്ല ബൈറ്റുള്ള ബ്രേക്കാണ് അതിൻ്റെ ഡിസ്ക് ബ്രേക്സ് എന്ന് പറയുന്നത്. ടയറിൻ്റെ പ്രൊഫൈലിലേക്ക് നോക്കുമ്പോൾ 18 ഇഞ്ചസ് ആണ് വീലെന്ന് പറയുന്നത്. ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഗിയർ ലിവർ കാണാൻ പറ്റും. ജാവ ഒറിജിനൽ 1929 ഇത് കാണാൻ പറ്റും. ഇതിൻ്റെ ഈ ഒരു എഞ്ചിൻ സൈഡിൽ നോക്കുമ്പോൾ ഭയങ്കര ഒരു പ്രീമിയം ക്വാളിറ്റിയാണ് ഇതിൻ്റെ ഏതൊരു ഭാഗത്തായിട്ടുള്ളത്. ഇവിടെ റിഫ്ലക്ടർ കൊടുത്ത് കാണാൻ പറ്റും. പിന്നെ ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റും, കീ ഇട്ട് തിരിച്ചാൽ മതി, ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതിൻ്റെ കളർ ഓപ്ഷൻസിനെ കുറിച്ച് സംസാരിക്കുമ്പം ഇതാണ് ഏറ്റവും ബേസ് കളർ എന്ന് പറയുന്നത്. ഇതിന് ശേഷം ഉള്ള കളർ എന്ന് പറഞ്ഞാൽ ഡുവൽ ടോൺ കളേഴ്സാണ്. അത് ഇതിനെക്കാളും കുറച്ചുകൂടി പൈസ നമ്മൾ കൊടുക്കണം ആ ഡുവൽ ടോൺ കളേഴ്സ് മോഡൽ വേണമെങ്കിൽ. പക്ഷേ ഇതിന് എനിക്ക് തോന്നുന്നു ഏറ്റവും ബെസ്റ്റ് കളർ എന്ന് പറയുന്നത് ഈ ഒരു ചോക്ലേറ്റ് കളറാണ്. സോ അടുത്ത് ഈ ഒരു എഞ്ചിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ല സ്പേസ് എഞ്ചിനായിട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ ട്രയംഫിൻ്റെ ബോൺവില്ലി ബോബറിന് അത്യാവശ്യം വലിയ എഞ്ചിനാണ്. അതിന് 13 ലക്ഷം രൂപയോളം റേറ്റ് ഉണ്ട്. അടുത്ത താഴത്തേക്ക് പോകുമ്പോൾ ഈ ഫുഡ് പെക്സ് എന്ന് പറയുന്നത് ജാവ പെറാക്കിന് ഫുഡ് പെക്സ് എന്ന് പറയുന്നത് ബാക്കിലേക്ക് ഇരുന്നു. ഇപ്പോൾ ഈ വണ്ടിക്ക് തന്നെ ഫുഡ് പെക്സ് കുറച്ച് 6 ഇഞ്ച് മുന്നോട്ടേക്ക് ആക്കിയിരിക്കുകയാണ്. കാരണം ഹൈറ്റുള്ള ആൾക്കാരൊക്കെ ഇരുന്ന് ഓടിക്കുമ്പോൾ ഫുഡ് പെക്സ് നേരെ ഇവിടെ വരുമ്പോൾ തീരെ കംഫർട്ടബിൾ ആയിരിക്കില്ല. ഇത് ഇങ്ങനെ ആക്കിയതുകൊണ്ട് തന്നെ ഹൈറ്റുള്ളവർക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് രീതിയിൽ ഇരിക്കാൻ പറ്റും. പിന്നെ ടാങ്കിൻ്റെ ഇവിടെ ആയിട്ട് ഗ്രിപ്പും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അടുത്ത് ഇവിടെ നോക്കുമ്പോൾ 42 ബോബറിന് എഴുതി കാണാൻ പറ്റും. അടുത്ത് പിന്നിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ ഈ ഒരു ടെയിൽ ലാമ്പ് എന്ന് പറയുന്നത് ആദ്യം ഉണ്ടായിരുന്നു, സീറ്റിൻ്റെ അടിയിലായിരുന്നു. ഈ ടെയിൽ ലാമ്പ് ഇങ്ങോട്ടാക്കാൻ കാരണം ഇപ്പോൾ നമ്മൾ ഈ കുറച്ച് യാത്രയ്ക്ക് പോകുന്ന സമയത്ത് ഈ ലഗേജും കാര്യങ്ങളെല്ലാം വെക്കുമ്പോഴൊക്കെ വിസിബിലിറ്റി തീരെ കുറയും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ മഡ്ഗാറിൻ്റെ ഭാഗത്ത് ടെയിൽ ലാമ്പ് ആക്കിയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വിസിബിലിറ്റിയും കാര്യങ്ങളെല്ലാം കിട്ടും. അടുത്തതിന് ടേൺ ഇൻഡിക്കേറ്ററിൻ്റെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ 2 ചെറിയ ടേൺ ഇൻഡിക്കേറ്റർ കൊടുത്ത് കാണാൻ പറ്റും. ശരിക്കും ഈ വണ്ടീൻ്റെ ലുക്കിന് അനുസരിച്ചുള്ള ടേൺ ഇൻഡിക്കേറ്റേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. താഴെയായിട്ടൊരു റിഫ്ലക്ടറും കാണാൻ പറ്റും. 2 സൈഡിൽ നമ്മൾ ഇൻ്റർസെപ്റ്ററൊക്കെ പോലെ തന്നെ 2 സൈലൻസറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ചെറിയ സൈലൻസറാണ്, അതും സ്ട്രെയിറ്റ് ആയിട്ടുള്ള സൈലൻസറാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഏതൊരു ഭാഗത്തേക്ക് നോക്കിയാലും അവിടുത്തെ ഫിറ്റ് ആൻഡ് ഫിനിഷും കാര്യങ്ങളെല്ലാം ഗംഭീരമാണെന്ന് വേണം പറയാനായിട്ട്. ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റിക്കർ മാറ്റി കഴിഞ്ഞാൽ 13 ലക്ഷം രൂപേൻ്റെ വണ്ടിയാണെന്ന് വരെ നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോകും. അത്രയും ലുക്കാണ് ഈ വണ്ടി എന്ന് പറയുന്നത്. ഞാൻ വണ്ടി പല ആംഗിളിലും കാണിച്ചിട്ടുണ്ട്. അത്യാവശ്യം ഭയങ്കര ലുക്കുള്ള ഒരു വണ്ടി തന്നെയാണ് ഈ വണ്ടി എന്ന് പറയുന്നത്. അത് സീറ്റിൻ്റെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഇതിന് മുമ്പുള്ള പെറാക്കിന് സീറ്റ് അത്ര കംഫർട്ടബിൾ ആയിരുന്നില്ല. ഇതിൻ്റെ കുറച്ച് വലിയ സീറ്റാണ്, വൈഡായിട്ടുള്ള സീറ്റാണ്. അത്യാവശ്യം നല്ല കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റും. എൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 6 ഫൂട്ടാണ്. എനിക്ക് ഭയങ്കര കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫുഡ് പെക്സ് കുറച്ച് മുന്നോട്ടാക്കിയതുകൊണ്ട് തന്നെ ഭയങ്കര കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റും. ആദ്യത്തെ ഫുഡ് പെക്സ് പറഞ്ഞാൽ കുറച്ച് ഇങ്ങനെ ഇരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തീരെ കംഫർട്ടബിൾ ആയിരിക്കില്ല, നീ പെയിനും കാര്യങ്ങളെല്ലാം വരാൻ സാധ്യതയുണ്ട്.
അടുത്ത് ഈ ഒരു കൺസോളിനെ കുറിച്ച് സംസാരിക്കും. ഇതിപ്പോൾ നമ്മൾ SD എന്ന് പറഞ്ഞ ഡിജിറ്റൽ കൺസോളാണ്. ഇത് ഫുൾ ഡീറ്റെയിലാണ്. ഇതിൻ്റെ അകത്ത് സ്പീഡോമീറ്റർ കൊടുത്തിട്ടുണ്ട്, ഓഡോമീറ്റർ കൊടുത്തിട്ടുണ്ട്, ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുണ്ട്, ടൈം കൊടുത്തിട്ടുണ്ട് 4:12. പിന്നെ ഓൾമോസ്റ്റ് ആവശ്യമുള്ള എല്ലാ വാണിംഗ് കാര്യങ്ങളും വാണിംഗ് ലൈറ്റ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അടുത്ത ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ ഓയിൽ ഒഴിക്കുന്ന ഭാഗത്ത് നമുക്ക് ജാവ നീതി കാണാൻ പറ്റും. പിന്നെ അടുത്ത് ഹാൻഡിൽ ബാറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഹാൻഡിൽ ബാർ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി വൈഡായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുന്നേ അത്ര വൈഡായിരുന്നില്ല. പിന്നെ ഇവിടെ ഇത് ഓപ്പൺ ചെയ്ത് കഴിയുകയാണെങ്കിൽ Type-C മൗണ്ടും അതുപോലെ തന്നെ സാധാ കേബിളും നമുക്ക് ഇവിടെ കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതൊരു നല്ലൊരു കാര്യമാണ്. ഇവിടെ ഒരു ഹോൾഡർ കൂടിയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് മൊബൈലിൽ കണക്ട് ചെയ്യാൻ പറ്റും. അടുത്ത ഇവിടെയായിട്ട് ഈ ഒരു കൺസോൾ കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ചസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ കൊടുത്തിട്ടുള്ള സ്വിച്ച് എന്തൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഹെഡ് ലാമ്പിൻ്റെ സ്വിച്ചാണ്. അത് ഹൈ ബീം, ലോ ബീം, പിന്നെ പാസ് അങ്ങനെയാണ്. ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ഹൈ ബീമിലാണ്, ഇത് ലോ ബീമാണ്, ഇത് പാസ്സാണ്. ലോ ബീമിൽ ഇട്ടാണല്ലോ നമ്മൾ പാസ് അടിക്കാൻ പറ്റുക. ഹൈ ബീമിൽ ഇട്ട് കഴിഞ്ഞാൽ പാസ് അടിക്കാൻ പറ്റില്ല. സോ അതൊക്കെയാണ് കൺട്രോൾസും കാര്യങ്ങളും. താഴത്തേക്ക് പോകുമ്പോൾ ടേൺ ഇൻഡിക്കേറ്ററിൻ്റെ കൺട്രോൾ കൊടുത്ത് കാണാൻ പറ്റും, ഹോണിൻ്റെ കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്ലച്ച് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഭയങ്കര ലൈറ്റാണ്. അതുകൊണ്ട് തന്നെ സിറ്റിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഭയങ്കര ലൈറ്റായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ എൻജിൻ ഗിയർ സ്വിച്ച് കാണാൻ പറ്റും. അതിൻ്റെ താഴെ ഹസാർഡ് ലൈറ്റിൻ്റെ സ്വിച്ചാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഏറ്റവും താഴെ പോകുമ്പോൾ സെൽഫ് സ്റ്റാർട്ടിൻ്റെ സ്വിച്ചാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ടാങ്കിൻ്റെ ഭാഗത്തേക്ക് ഇരുമ്പോൾ ഇതിൻ്റെ എല്ലാവരും ഭാഗവും ഭയങ്കര ഫിറ്റ് ആൻഡ് ഫിനിഷാണ്. ഒരേ ഒരു കുഴപ്പമേ ഉള്ളൂ, ഈ ജാവ എന്നുള്ള ലോഗോ, ആ ഒരു പ്രശ്നമേ ഉള്ളൂ. ട്രയംഫിൻ്റെ സ്റ്റിക്കർ ഒട്ടിക്കുകയാണെങ്കിൽ നിങ്ങൾ അത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള വണ്ടിയാണ് ഓടിക്കുന്നുള്ളൊരു ഫീലും ഉണ്ടാവും. പിന്നെ ഒരു അത്യാവശ്യം ഒരു 2 ലക്ഷം 3 ലക്ഷത്തിൻ്റെ വണ്ടിയായിട്ട് നമുക്ക് തോന്നില്ല. 10 ലക്ഷം പറഞ്ഞാൽ ആൾക്കാർ വിശ്വസിക്കും ഇപ്പോൾ ട്രയംഫിൻ്റെ സ്റ്റിക്കർ ഉണ്ടായിരുന്നെങ്കിൽ. അടുത്തതിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സൈഡ് വ്യൂമറാണ്. സൈഡ് വ്യൂമർ പ്ലേസ് ചെയ്തിട്ടുള്ളത് ഈ ഏറ്റവും സൈഡിലേക്കായിട്ടാണ്. നമ്മൾ ഇൻ്റർസെപ്റ്ററിലൊക്കെ ഇങ്ങനെ പ്ലേസ് ചെയ്ത് കാണാൻ പറ്റും. ഇതിൻ്റെ ഹാൻഡിൽ ബാർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വൈഡായിട്ടാണ്. മുൻപ് ജാവ പെറാക്കിൻ്റെ എന്ന് പറഞ്ഞത് ഇത്ര വൈഡായിരുന്നില്ല. പിന്നെ ഈ ഒരു ഹാൻഡിൽ ബാറിൻ്റെ ഒരു പ്രശ്നം എനിക്ക് തോന്നിയത് ഇത് കുറച്ച് ഫ്രണ്ടിലേക്കായിട്ടാണുള്ളത്. നമ്മൾ കുറച്ച് പിന്നിലേക്ക് ഇരിക്കുന്നതുകൊണ്ട് ഹാൻഡിൽ ബാറും കുറച്ചുകൂടി പിന്നിലേക്കായിരുന്നെങ്കിൽ കുറച്ചുകൂടി കംഫർട്ടബിളായിട്ട് നമുക്ക് ഇരുന്ന് പോകാൻ പറ്റുമായിരുന്നു. പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് വരുന്ന സിംഗിൾ സീറ്റാണ്. നിങ്ങൾ ആദ്യം കണ്ടതുപോലെ അത് നിങ്ങൾ സിംഗിളാണെന്ന് പ്രൗഡായിട്ട് പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ വണ്ടി എടുത്ത് പോകാൻ പറ്റുന്നതാണ്. സോ അടുത്ത് ഇതിൻ്റെ പിന്നിലേക്ക് വരുമ്പം ഇതിൻ്റെ ഇവിടെയുള്ള ഈ മഡ് ഗാർഡ്സിൻ്റെ നട്ട്സും കാര്യങ്ങളെല്ലാം ക്വാളിറ്റി കുറവായിരുന്നു ഇതിൻ്റെ ജാവ പെറാക്കിന്. പക്ഷേ ഈ മോഡലിലേക്ക് വന്നപ്പോൾ ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം കുറച്ചുകൂടി ബെറ്റർ ആക്കിയിട്ടുണ്ട്. അടുത്ത ഈ വണ്ടീൻ്റെ എൻജിൻ പരമായി സംസാരിക്കുമ്പോൾ ഇതിൻ്റെ എൻജിൻ എന്ന് പറയുന്നത് അത്യാവശ്യം ഒരു ഇൻപുട്ട് ചെയ്യുന്ന എൻജിനാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പവർ നമുക്കറിയണമെങ്കിൽ മിഡ് റേഞ്ചിലാണ് ഇതിൻ്റെ ആ ഒരു പൊട്ടൻഷ്യൽ നമുക്ക് മനസ്സിലാക്കുക. ഹൈ റവിലേക്ക് നമ്മൾ പോകുമ്പോൾ അതിനനുസരിച്ച് വണ്ടി കുറച്ച് റഫായി നമുക്ക് ഫീൽ ചെയ്യും. എൻജിൻ അത്യാവശ്യം നല്ല റഫാകുന്നതാണ്. അതുകൊണ്ട് മിഡ് റേഞ്ചാണ് ഇതിൻ്റെ ഒരു സ്മൂത്തായിട്ട് പോകാൻ പറ്റുന്നൊരു സ്പീഡെന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഹാൻഡിൽ ലോക്ക് കൊടുത്തിട്ടുള്ളത് ഈ ഭാഗത്തായിട്ടാണ്. ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുള്ള സ്വിച്ച്, അത് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും നമ്മൾ ചാവിയിലുണ്ട് ഈ ഭാഗത്തായിട്ടാണ്. ഇതിൻ്റെ ബ്രേക്ക് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഔട്ട്പുട്ട് തരുന്ന ബ്രേക്കാണ്. പക്ഷേ ബ്രേക്കിൻ്റെ ഒരു പ്രശ്നം നമ്മൾ പെട്ടെന്ന് ഒരു ബ്രേക്ക് പിടിക്കേണ്ട സമയത്ത് ബ്രേക്ക് പിടിക്കാൻ നോക്കുമ്പോൾ നല്ല സ്ട്രെങ്ത്തിൽ ബ്രേക്ക് പിടിക്കണം, എന്നാലേ ആ ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടുള്ളൂ. പക്ഷേ പെറാക്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് ജാവ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സീറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സീറ്റ് നമുക്ക് വേണ്ട രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ്. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്കൊരു ആഫ്റ്റർ മാർക്കറ്റ് സീറ്റ് കൂടെ ആഡ് ചെയ്യാനും കൂടി ചെയ്യാം. പക്ഷേ ഇതിൻ്റെ ഓവറോൾ ലുക്ക് നഷ്ടപ്പെടും ആ ഒരു ആഫ്റ്റർ മാർക്കറ്റ് സീറ്റ് നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ. സീറ്റ് ആഡ് ചെയ്യുന്നതിനെക്കാട്ടും നല്ല നിങ്ങൾ ജാവേൻ്റെ മറ്റു വണ്ടികൾ ഓപ്റ്റ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഈ വണ്ടിക്ക് ഇങ്ങനെ കൊണ്ടെടുക്കുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു അന്തസ് എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മുടെ ജാവ 42 ബോബറിൻ്റെ റിവ്യൂ വീഡിയോ എന്ന് പറയുന്നത്. ഏറ്റവും ലാസ്റ്റ് ഇതിൻ്റെ ഒരു വേർഡിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ആകെ ഈ വണ്ടി ഒരേ ഒരു റീസൺ ഈ വണ്ടി വാങ്ങാൻ പറ്റുള്ളൂ. ഈ ഒരു ലുക്കിനും അതുപോലെ തന്നെ ഇങ്ങനെ ഓടിക്കുന്നൊരു റൈഡിങ്, അതായത് ബോബർ സ്റ്റൈൽ ഓടിക്കാനുള്ള ഒരു റൈഡിങ് രീതിയിലും മാത്രമേ നിങ്ങൾക്ക് ഈ വണ്ടി ഉപയോഗിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ മറ്റ് അതായത് സ്പീഡ്, മൈലേജ് ഇങ്ങനെ നോക്കി എടുക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ വണ്ടി നിരാശപ്പെടുത്തും. അല്ലാതെ ഒരു ബോബർ സ്റ്റൈൽ അഫോർഡബിൾ വണ്ടി നിങ്ങൾക്ക് ഓടിക്കുകയാണെങ്കിൽ എന്തായാലും നിങ്ങളുടെ ഫസ്റ്റ് പ്രിഫറൻസിൽ വരേണ്ട ഒരു വണ്ടിയാണിത്. കാരണം അഫോർഡബിൾ ആയിട്ടുള്ള വണ്ടിയാണ്. പിന്നെ ട്രയംഫിൻ്റെ ബോൺവില്ലി ബോബർ, അതായത് 13 ലക്ഷം രൂപ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയാം. ആ വണ്ടീൻ്റെ സെയിം ലുക്കും കിട്ടണം, റോഡിൽ അത്യാവശ്യം അറ്റൻഷൻ കിട്ടണം, സ്ട്രീറ്റ് പ്രസൻസ് വേണം എന്നൊക്കെ നോക്കുകയാണെങ്കിൽ ഇതാണ് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പെർഫെക്റ്റ് വണ്ടി. സോ ഇതാണ് നമ്മുടെ സ്റ്റെപ്പ് കാർ റിവ്യൂസിൻ്റെ റിവ്യൂ വീഡിയോ. നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യാം. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്ത് കഴിയുകയാണെങ്കിൽ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.